നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഫീച്ചർ ഉണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെവലപ്പർ ഓപ്ഷനകത്തുള്ള ഒരുപാട് സെറ്റിങ്സുകൾ, ഒരുപാട് ഫീച്ചറുകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തവും വളരെ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഫീച്ചറുകളാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഡെവലപ്പർ ഓപ്ഷനകത്ത് നമ്മളറിയാത്ത രണ്ട് സെറ്റിങ്സാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നും ഏതാണ് ഡെവലപ്പർ ഓപ്ഷൻ എന്നും ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ നിങ്ങളുടെ ഫോണിനകത്ത് ഇല്ലെങ്കിൽ അതെങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതൊക്കെ ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെയാണ് ഫോണിനകത്ത് കൊണ്ടുവരിക എന്നുള്ള. അധികം ആളുടെ ഫോണിനും ചിലപ്പം ഈ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടാകില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഫോണിനകത്ത് എബൌട്ട് ഫോൺ എന്ന് അല്ലെങ്കിൽ എബൌട്ട് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ വരുമ്പോൾ വേർഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ പല പേരിലായിരിക്കും. ഇപ്പോൾ MI മൊബൈൽ ഫോണുകൾ MUI വേർഷൻ എന്നായിരിക്കും കാണാൻ സാധിക്കുക. ചില മൊബൈൽ ഫോണിനകത്ത് അത് ബിൽഡ് നമ്പർ എന്നായിരിക്കും കാണാൻ സാധിക്കുക. ചില ഫോണിനകത്ത് അത് കേണൽ വേർഷൻ എന്നായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ പറയപ്പെട്ടതൊക്കെ നിങ്ങളുടെ ഫോണിനകത്തും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഈ ഓപ്പോ മൊബൈൽ ഫോണിൽ വേർഷൻ എന്നാണ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പോ മൊബൈൽ ഫോണിൽ വേർഷൻ നമ്പർ എന്ന് കാണും. നേരത്തെ പറഞ്ഞ പോലെ അതേ പേരിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനകത്ത് ഇതുപോലെ 7 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 7 തവണ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള ലോക്ക് ചോദിക്കും. അതോടുകൂടി ഇവിടെ കാണാൻ താഴെ എഴുതി കാണുന്നത് യു ആർ നൗ ഡെവലപ്പർ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇനി എവിടെയാണ് ഡെവലപ്പർ ഓപ്ഷൻ ഉള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതേ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത്. ഇത് നേരത്തെ ഉണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ ചെയ്തതുപോലെ സെറ്റിങ്സിൽ ചെയ്താൽ മാത്രമേ ഈ സെറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ലെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇതേപോലെ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫീച്ചറാണ് പരിശോധിക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. നമ്മൾ ഏതെങ്കിലും സിസ്റ്റത്തിൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യും. അപ്പോൾ ചില ആളുകളൊക്കെ ചില കമ്പ്യൂട്ടർ സെൻറ്ററിൽ അല്ലെങ്കിൽ ഓഫീസുകളൊക്കെ ചെന്നാൽ മൊബൈൽ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യും ചാർജ് കയറുന്നതിന് വേണ്ടിയിട്ട്. പലപ്പോഴും അത് ചാർജ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് വരും ബാറ്ററി. കാരണം കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് ചാർജ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ CPU-യിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നൊക്കെ നമ്മൾ ചാർജ് കയറ്റുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് ഭയങ്കര ലീക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ അത്ര പെർഫോമൻസ് കുറവായിരിക്കും. വളരെ സ്ലോലി ആയിരിക്കും നിങ്ങളുടെ ചാർജ് കയറുന്നത്. പക്ഷേ ഇങ്ങനെ ചാർജ് കയറുന്നതല്ല നമ്മുടെ പ്രശ്നം. ഇങ്ങനെ ചാർജ് കയറുമ്പോൾ തന്നെ അതേ സിസ്റ്റത്തിൽ ആ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. അയാളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പേര് കാണിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ അയാൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളറിയാതെ ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത്തരത്തിൽ നിങ്ങൾ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് അയാളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകൾ മറ്റു സിസ്റ്റത്തിലേക്ക് ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം റിവോക്ക് USB ഡീബഗ്ഗിംഗ് ഓതറൈസേഷൻ എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഓൾ USB ഡീബഗ്ഗിംഗ് പെർമിഷൻ യു ഗ്രാൻറ്റഡ് ഓൺ എനി കമ്പ്യൂട്ടർ വിൽ ബി റിവോക്ഡ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ ഇത്തരത്തിൽ ഡാറ്റകൾ കേബിൾ ഉപയോഗിച്ചോ മറ്റോ പെർമിഷൻസ് നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ്. ഇവിടെ റിവോക്ക് എന്നുള്ള ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് ഇത്തരത്തിൽ USB കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകുന്നത് ഇതിലൂടെ തടയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മുടെ ഫോൺ പലപ്പോഴും ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോലി ആയിട്ട് സ്ക്രോൾ ആയും. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് പലപ്പോഴും ഇതിൻ്റെ ആനിമേഷൻ ഇപ്പോൾ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്ക്രീനിൻ്റെ ആനിമേഷൻ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന പല മൊബൈൽ ഫോണുകളും കാണാറുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ ഈ ഡെവലപ്പർ ഓപ്ഷനിൽ ചെറിയൊരു സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ ഡെവലപ്പർ ഓപ്ഷനിൽ തന്നെ കുറച്ചധികം താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്ന് കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ഇവിടെ കാണുന്ന 2x എന്നോ 5x എന്നോ അല്ലെങ്കിൽ 1.5x എന്നോ ഇതിലൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ആനിമേഷൻ സ്കെയിൽ 1x കാണുന്നത്. ഇതെടുത്ത് നേരെ ആനിമേഷൻ ഓഫ് എന്ന് കാണുന്ന ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ രണ്ടാമത്തെ സെറ്റിങ്സ് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നുള്ളതുണ്ട്. അതും ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന ആനിമേഷൻ ഓഫ് എന്ന് കൊടുക്കുക.
മൂന്നാമത്തെ സെറ്റിങ്സ് ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആനിമേഷൻ ഓഫ് എന്നുള്ള ഏറ്റവും മുകളിൽ കൊടുക്കുക. ഇത് നമ്മൾ കൊടുത്തത് ഈ 3 സെറ്റിങ്സ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നല്ല സ്പീഡ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നല്ല സ്പീഡ് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്നതൊക്കെ വളരെ വേഗത്തിൽ കിട്ടുന്നത് കാണാൻ സാധിക്കും. ഈ 2 സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. പല സെറ്റിങ്സുകളും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.